നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഇസാമോളുടെ ബർത്ത്ഡേ ആണ്, സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ ഫാമിലിയുടെ കൂടെ ആയിരുന്നു, സെക്കൻഡ് ബർത്ത്ഡേ ഇച്ചാൻ്റെ കൂടെയാണ്. കഴിഞ്ഞ തവണ ഇച്ചാൻ ഉണ്ടായിരുന്നില്ല, ആൾ ലീവ് എടുക്കാനിരുന്നാണ്. പക്ഷേ ഫ്ലൈറ്റിൻ്റെ അനുസരിച്ച് ഡിലേ വന്നതുകൊണ്ട് അങ്ങനെ ആ ഒരു ബർത്ത്ഡേക്ക് ആ ദിവസം വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതും കൂടെ കൂട്ടിച്ചേർത്ത് ഈ ഒരു ബർത്ത്ഡേ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇപ്പം ഞങ്ങൾ പർച്ചേസിങ്ങിന് പോവുകയാണ്. ബർത്ത്ഡേയുടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആകെ കൺഫ്യൂഷനായി. കാരണം ഇവളുടെ അളവിലുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ മാക്സിലാണ് കയറിയത്. അപ്പോൾ മാക്സിൽ നോക്കിയപ്പം ഒത്തിരി കുറച്ചുകൂടി 6 to 9 months 9 to 12 months അങ്ങനെയുള്ളതൊക്കെയാണ് ഇവൾക്ക് ചേരുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം അപ്പോൾ അതും ഇച്ചിരി വലിപ്പം കൂടുതലുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് അതിൽ വന്നപ്പോൾ തന്നെ ഒരു ജീൻസിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കളർ ഉണ്ടായിരുന്നു, അത് അവൾക്ക് ചേരുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ തന്നെ ഒരു മോഡൽ വേറെ ഒരെണ്ണം എടുത്തായിരുന്നു. അവളാകെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഓരോ ഡ്രസ്സ് ഓരോന്ന് നോക്കുകയാണ് അവൾക്ക് പറ്റിയതുണ്ടോയെന്ന്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവളുടെ ബർത്ത്ഡേ അല്ലേ, അവൾക്ക് ഇഷ്ടമുള്ളത് മേടിച്ചോട്ടെ എന്ന് വെച്ചു. അപ്പോൾ അവിടെ ഒരു മിക്കി മൗസിൻ്റെയും ഒരു ക്യാറ്റിൻ്റെ ഒക്കെ ഒരു പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടു കേട്ടോ. അവൾക്ക് ഓരോ ഡ്രസ്സ് അവൾ നോക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഇടിയിച്ച് നോക്കിയിട്ട് അത്രയും അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. പിന്നെ ഫൈനൽ ആൻഡ് ലാസ്റ്റ് ഈ ഒരു സെക്ഷൻ, ഇത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു സെറ്റ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പോൾ അവളെ ഇടിയിച്ച് നോക്കിയപ്പം അവൾക്കത് ചേരുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ തന്നെ. പിന്നെ ഷൂ സെക്ഷനിൽ പോയപ്പം അവിടെ അവൾക്ക് ചെരുപ്പ് നോക്കി, അപ്പം അതുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഷൂ മേടിച്ചു. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേക്ക് അങ്ങനെ പായസം വയ്ക്കുക അങ്ങനത്തെ ഒന്നുമില്ല. കാരണം ഞങ്ങൾ തലേ ദിവസമാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ ഫാമിലി കുറച്ച് പേര് വിളിച്ച് അങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഔട്ട്സൈഡിലാണ് അവളുടെ സെലിബ്രേഷൻ നടത്തിയത്. അപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഇവളെങ്ങനെയായിരിക്കും പുറത്ത് പോകുമ്പോൾ ചെയ്യാന്നുള്ളതൊക്കെ. പക്ഷെ അവൾ ഭയങ്കരമായിട്ട് ഞങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദുബായായിട്ട് അവൾ അഡ്ജസ്റ്റായി വരുന്നുണ്ട്. പുറത്തെ കാഴ്ചകളും അങ്ങനെയുള്ളതൊക്കെ ഒരു പരിധി വരെ ഓക്കെ ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പോൾ അവൾക്ക് ഇതുപോലൊരു പാവയൊക്കെ ആട്ടോ ഇഷ്ടപ്പെട്ടെ. അപ്പം അത് വെച്ചിട്ട് അവിടെ ഡാൻസും കളിയും മേളവും ഒക്കെ ആയിരുന്നു. ഓരോ ടോയ്സ് വാങ്ങിച്ചു കൊടുത്തു കഴിയുമ്പം ഇപ്പം ഇവൾക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം വെള്ളത്തിൻ്റെ ഒരു ടോയ്സ് മേടിച്ചു കൊടുത്തപ്പോഴത്തേന് അത് എനിക്ക് ഇരട്ടിപ്പണിയായി. വെള്ളമെല്ലാം നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോയ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വീട് നിറച്ചും വെള്ളമാകും. അതുകൊണ്ട് അതങ്ങ് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഏത് ടോയ്സ് അവൾക്ക് വാങ്ങിച്ചാലും അവൾക്ക് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേന് അത് വേണ്ട. എല്ലാ പിള്ളേരും അങ്ങനെ ആയിരിക്കുമല്ലോ. അടുക്കളയിലെ പാത്രവും ചട്ടിയും കലവും ഒക്കെ ആയിരിക്കുമല്ലോ അവരുടെ കളിപ്പാട്ടം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ കുഞ്ഞുവാവയ്ക്ക് ഒരു കാൽത്തള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്കൊരു മാല, ചെറിയൊരു മാല ഇസേമോൾക്ക് വാങ്ങിച്ചു. ഇപ്പം മലബാർ ഗോൾഡിൽ ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷൻ റെഡിയായി. ഞങ്ങൾ കേക്ക് സെറിമണിയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഔട്ട്സൈഡ് വെച്ചിട്ടാണ് കേക്ക് കട്ടിംഗ് ഒക്കെ നടന്നത്. അപ്പോൾ കേക്ക് ഞങ്ങൾ മേടിക്കാം, 2 ദിവസം മുന്നേ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തത്. അപ്പോൾ തലേ ദിവസം ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ള ചിന്തയിൽ ഞങ്ങൾ തലേ ദിവസം വൈകിട്ട് കുറച്ച് ലേറ്റായിട്ട് പർച്ചേസിങ്ങിന് പോകുന്ന സമയത്ത് പോയി പറയാം എന്ന് വിചാരിച്ച് ചെന്നപ്പോൾ അവിടെ കേക്ക് ഷോപ്പ് ക്ലോസ് ആണ്. അവിടെയുള്ള ഒട്ടുമിക്ക കേക്ക് ഷോപ്പും ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു ഇത് ഫ്ലോപ്പായി പോയി. പിന്നെ അടുത്ത ദിവസം ഇൻസ്റ്റൻ്റായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ അധികം വലിയ ഓപ്പൺ ഒന്നും അല്ല. ഇവിടെ ഞായറാഴ്ചയാണ് അവധി കിട്ടുന്ന ദിവസം. അപ്പോൾ വലിയ ഓപ്പൺ ആയിരുന്നില്ല. പിന്നെ തപ്പിപ്പിടിച്ച് കുറച്ചധികം കിലോമീറ്റർ പോയി ഒരു കേക്ക് ഷോപ്പ് കണ്ടുപിടിച്ചു. സൺഡേ ആയതുകൊണ്ട് അവിടെ ഒത്തിരി പേര് അവധിയിലായിരുന്നു. അതുകൊണ്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ആളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് അത് പറ്റിയില്ല. അപ്പോൾ അവിടെ ഇൻസ്റ്റൻ്റായിട്ടൊരു കേക്ക് മേടിച്ചുകൊണ്ട് വന്നു. ജസ്റ്റ് 2 ഫ്ലവറൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തു. അല്ലാണ്ട് വേറെ പേരുകളോ അങ്ങനെയൊന്നും സെറ്റാക്കിയില്ല. അപ്പോൾ 1 kg ഒരു കേക്കായിരുന്നു ഉണ്ടായിരുന്നത്. വാനില അങ്ങനെ എന്തോ മറ്റോ ആയിരുന്നു.
അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു തൊപ്പിയൊക്കെ വാങ്ങിച്ച് പിന്നെ ബലൂൺസൊക്കെ ഓൾറെഡി വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബീച്ചിലാണ് ഇത് ചെയ്യാൻ പ്ലാൻ ഇട്ടത്. അപ്പോൾ ബീച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോഴായിരുന്നു പൊടിപ്പൂരം ആണോ അതോ നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെയൊക്കെ ആ ഒരു മേളമില്ലേ, ആ ഒരു രീതിയായിരുന്നു കേട്ടോ. അവിടെ ചെന്ന പാടെ അവൾ വെള്ളം കണ്ടു കഴിഞ്ഞപ്പം അവൾക്ക് വെള്ളത്തിൽ കളിക്കണം. കേക്ക് മുറിക്കാൻ പറ്റില്ല, അവിടെ നിൽക്കാനും പറ്റില്ല, വെള്ളത്തിൽ കളിച്ചേ പറ്റും. ഓൾറെഡി ഇവളെയും കൊണ്ട് അന്ന് പോയതിൻ്റെ ആ ഒരു ഓർമ്മയിൽ ഇവൾ ഒറ്റയ്ക്ക് അവിടുന്ന് അവൾക്ക് വഴിയെല്ലാം അറിയാം, എങ്ങോട്ടാണ് വഴി എന്നെല്ലാം നേരത്തെ എന്താ പറയുക, ആ ഒരു ഐഡിയയിലുണ്ടായിരുന്നു അവൾക്ക്. അങ്ങനെ അവിടെ ചെന്ന് പിന്നെ അവിടെ കിടന്ന് വാശിയായി. പിന്നെ വഴക്ക് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ വെള്ളത്തിൽ കളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ വെള്ളത്തിൽ കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശാത്തിക്ക് വേറെ ഒന്നും വേണ്ട, വെള്ളത്തിൽ കളി ആന, ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ളത് അവൾക്ക്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ പഴഞ്ചൊല്ലല്ലേ, ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട നിൽക്കും കുതിര എന്നുള്ളത്, ആ ഒരു ഇതിലാണ്. കുതിരയാണേലും നിൽക്കും, പക്ഷേ ഇവൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിധത്തിൽ അവളെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെയും വെള്ളത്തിൽ പോയി കളിക്കാമെന്നൊക്കെ പറഞ്ഞു ഒരു വിധത്തിൽ സെറ്റാക്കി വന്ന്. അങ്ങനെ അപ്പോഴത്തേനാ ഇച്ചാൻ്റെ കൊളീഗ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കേക്കും കാര്യങ്ങളൊക്കെ അവിടെ പെട്ടെന്ന് സെറ്റൊക്കെ ചെയ്തു. ഞങ്ങൾ അവളെ കൊണ്ടുവന്ന സമയത്ത് അങ്ങനെ അതൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവൾ ഹാപ്പിയായി. കുറച്ച് അത്യാവശ്യം ചെറിയൊരു കട്ടിങ്ങൊക്കെ നടത്തി. അങ്ങനെ കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവൾ അവിടെ അടുത്ത് ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വെള്ളത്തിൽ ഒരുപാട് നേരം നമുക്ക് കളിപ്പിക്കാൻ പറ്റില്ല, കാരണം 6 മണി 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തണുപ്പൊക്കെ ആയി വരും, പിന്നെ നല്ലൊരു കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികം നേരം വെള്ളത്തിൻ്റെ അവിടെയൊന്നും നിർത്തിയില്ല. പിന്നെ ഇവിടെ കുറച്ച് പാർക്ക് ഉണ്ട്, ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ കൂടെ അങ്ങ് കൂടി അവൾ കളിച്ചോട്ടെ എന്ന് വെച്ചു. അങ്ങനെ അതിലൂടെ എല്ലാം കളിച്ച് തിമിർത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് സമയം ഏകദേശം 6:30 7 മണി 7:30 കൂടി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ താമസിച്ചാട്ടോ ഇരുട്ടൊക്കെ ആവണത്. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പ് സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേന് പതുക്കെ മങ്ങി തുടങ്ങും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ചധികം നേരം കൂടി ഇങ്ങനെ ഈ സൺസെറ്റ് ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞിട്ടേ പതുക്കെ ഇരുട്ടൊക്കെ ആയി വരുള്ളൂ. അപ്പോൾ അവൾ അതിലൂടെ കളിച്ച് തിമിർത്ത് വന്നു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടാണ് ഫുഡ് കഴിക്കുകയും പിന്നെ ബാക്കി പരിപാടികളെല്ലാം. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടി കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം അവിടെ വെച്ച് ഒത്തിരി കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് കേക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നെ അവർ ഒരു ബ്ലൂ കളറാണ് വാങ്ങിച്ചത്. കാരണം ബ്ലൂ കളർ ആകെ ഉണ്ടായിരുന്നുള്ളൂ, 1 kg ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഫുഡ് കളർ ഉണ്ടായിരുന്നു, ഭയങ്കര ഫുഡ് കളർ അവർ ചേർത്തത്, നീല കളറിൽ. നമ്മൾ തൊട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് പോവാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഫ്ലോപ്പായി പോയി കേക്കിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് രണ്ടാമതൊരു കേക്കും കൂടി വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയി ഒന്നുകൂടി ചെന്ന് മുറിക്കേണ്ട ഒരവസ്ഥ വന്നു. പിന്നെ പായസവും കാര്യങ്ങളെല്ലാം ഞാൻ തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു, സേമിയാണ് വെച്ചത്. വേറെ പായസം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാലടപ്രഥമൻ അങ്ങനെയുള്ളതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം. ശർക്കര കൂട്ടി അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ആർക്കും. അതുകൊണ്ട് കൂടുതലും സേമിയ അങ്ങനെയുള്ളതൊക്കെയാണ് താല്പര്യം എല്ലാവർക്കും. അതുകൊണ്ട് സേമിയ പായസം വെച്ചു. പിന്നെ ഞാൻ അടുത്ത ദിവസം തിങ്കളാഴ്ച ആണ് അവളുടെ ബർത്ത്ഡേ. അപ്പോൾ ഇത് തലേദിവസത്തെ സെലിബ്രേഷനായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം ഞാൻ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർക്കെല്ലാം കൊളീഗ്സിനെല്ലാം KFC അതൊക്കെയാണ് എല്ലാവർക്കും താല്പര്യം. അങ്ങനെ KFC ഒക്കെ മേടിച്ചു. പിന്നെ ഞാൻ ഡയറ്റിലായതുകൊണ്ട് എനിക്കിതൊന്നും കഴിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടും ഞാൻ എൻ്റെ ഫുഡ് റൊട്ടീൻ തന്നെ ഞാൻ ഫോളോ അപ്പ് ചെയ്തു കേട്ടോ. ഇപ്പം ഞാൻ 5th ഡേ ആണ് വെയ്റ്റ് ലോസിൻ്റെ. അപ്പോൾ വെയ്റ്റ് ലോസ് ജേർണിയിൽ താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. താമസിയാതെ വീഡിയോ ചെയ്യണം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ കേക്ക്. അപ്പോൾ ഇത് ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ.
മറ്റേത് വാനില കേക്ക് മറ്റോ ആയിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര രസമായിരുന്നു. വീടിൻ്റെ അകത്ത് അവൾ നല്ല രീതിയിൽ, കാരണം വേറെ ഐറ്റംസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഫോക്കസ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് അവൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഒത്തിരി ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ അൺബോക്സ് ചെയ്യാമെന്ന് അങ്ങനെ വെച്ചു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നമുക്ക് ചെറിയ സെലിബ്രേഷൻ ആണെങ്കിലും എന്താ പറയുക, ഭയങ്കര ഒരു പ്രത്യേകതരം ഒരു വൈബും അല്ലെങ്കിൽ പ്രത്യേകതരം ഒരു രീതിയുമായിരുന്നു. കാരണം ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുമ്പം ഫാമിലിയോടൊപ്പം ആണെങ്കിൽ, സെക്കൻഡ് ബർത്ത്ഡേ ഒരു ഇച്ചാൻ്റെ ഒപ്പം, ഇവിടുത്തെ കൊളീഗ്സിൻ്റെ ഒപ്പം, ഇവിടെ ഫ്രണ്ട്സ്, അങ്ങനെ പോകുന്നു. അങ്ങനെ രണ്ട് തരം ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബർത്ത്ഡേക്കൊക്കെ ഒരു ഓളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത ബർത്ത്ഡേ വാവയുടെ ബർത്ത്ഡേ വരുക, അത് ജൂണിലാണ്. അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങിനാണ് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ ഭയങ്കര കളർഫുൾ വൈബായിട്ട് അങ്ങ് പോയി. അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൾക്ക് ഗിഫ്റ്റ്സും ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറേ ഉടുപ്പുകൾ കിട്ടി, ഒത്തിരി ടോയ്സ് കിട്ടി. അപ്പോൾ അതൊക്കെ വലിയ ഒരു കാര്യമായിരുന്നു. അവൾക്ക് ഇഷ്ടമുള്ള ടോയ്സും കാര്യങ്ങളും ഒക്കെ ആട്ടോ എല്ലാവരും മേടിച്ചു കൊണ്ടേ കൊടുത്തത്. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അങ്ങനെ ഒരു ദിവസം കടന്നു പോയിട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇസമോളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. എല്ലാവരും ഓർത്ത് മെസ്സേജസ് ചെയ്തു, എല്ലാവരും വിളിച്ചു, അന്വേഷിച്ചു, വിഷ് ചെയ്തു. അപ്പോൾ ഒത്തിരി ബ്ലെസ്സിങ്സ് കിട്ടി അവൾക്ക്. അപ്പോൾ 2 വയസ്സ് എന്ന് പറയുന്നത് പെട്ടെന്നാട്ടോ പോയത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ പിള്ളേരൊക്കെ എത്ര പെട്ടെന്നാലേ വളരണത്. അപ്പോൾ ഇതൊക്കെ ഇനി കുറച്ചുകൂടി അവൾ വളർന്നു കഴിയുമ്പം ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും. അതുകൊണ്ട് അവരുടെ ഓരോ വളർച്ചയിലും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്തും ഒക്കെ പോകാനാണ് ഞങ്ങളിങ്ങനെ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റിൽ ദെൻ ടാറ്റ, ബൈ ബൈ.